ഹലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ അസല് ബ്രൗണി റെസിപ്പി കേട്ടോ. സാധാരണ നമ്മുടെ ചോക്ലേറ്റ് പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, ഇത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഏതെങ്കിലും കേട്ടോ നിങ്ങൾക്ക് വാങ്ങാം. അപ്പം ഞാനിപ്പോൾ ഈ മോർദേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചത്, ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് ചോക്ലേറ്റിന് ഓൾറെഡി മധുരമുണ്ട്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് മൈക്രോവേവിൽ തന്നെ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ ഞാൻ അളവിനായിട്ട് ഈ കപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 2 കപ്പ് മൈദ നമുക്ക് ഇടഞ്ഞെടുക്കാം. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അങ്ങ് സീവ് ചെയ്തെടുക്കുക. ഇതാണ് അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അത് നന്നായിട്ട് ഒന്ന് ഇടഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചോക്ലേറ്റും മുട്ടയും കാര്യങ്ങളൊക്കെ, ഇത് ഞാൻ മുട്ട ചേർത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ആ നേരത്തെ കാണിച്ച കപ്പിൽ 1/4 കപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും നേരത്തെ കാണിച്ച അതേ കപ്പ് അളവിൽ 1/2 കപ്പ് റൈസ് ബ്രാൻ ഓയിലും ചേർത്തേക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിലോ നെയ്യോ ഉരുക്കിയോ എന്തെങ്കിലും റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ വെറ്റും ഡ്രൈയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ആ മിക്സിയിൽ തന്നെ കുറച്ച് പാലൊന്ന് അടിച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിന് കൺസിസ്റ്റൻസി ഉണ്ടാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഉരുക്കി വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ആ 1/4 ഭാഗവും ഞാൻ തട്ടിയിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ചൂടോടെ ഒഴിക്കേണ്ട, അത്ര ചൂടോടെ ഒഴിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ രീതിയിൽ ചോക്ലേറ്റ് വീഴുന്നത് പോലെ തന്നെ വേണം നമ്മുടെ ബ്രൗണിയുടെ മിക്സ്ചർ. ലവ് ഷേപ്പ്, ഹാർട്ട് ഷേപ്പ് ബ്രൗണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലവ് ഷേപ്പിൽ ഒരു ട്രേ ഞാൻ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എണ്ണ തടവിയിട്ട്. അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് പോലെ തന്നെ നമ്മുടെ ബ്രൗണിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് എല്ലാം എസ്കേപ്പ് ആവട്ടെ, അല്ലെങ്കിൽ പല രീതിയിൽ ഷേപ്പിങ്ങിന് അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിരിക്കും. ഇനി ഞാനൊരു എൻ്റെ മൈക്രോവേവ്, അതായത് എൻ്റെ കൺവെക്ഷൻ ഓവൻ്റെ 150 ഡിഗ്രിയാണ് കേക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ യൂസർ മാനുവലിലും നോക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് മൈക്രോവേവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ബേക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അറിയാത്തവർക്കാണ് ഞാൻ ആ ടിപ്സൊക്കെ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ 30 മിനിറ്റ് സെറ്റ് ചെയ്തൊരു കേക്ക്, കൊച്ചു കേക്കായാണ്, 30 മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് കുത്തി നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, വെരിച്ച് കീറി വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തെന്ന് തോന്നുന്നു, നമുക്ക് പുറത്തിറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ ആ കത്തി എന്താ വെച്ചാൽ വരുവാണെങ്കിൽ നമ്മുടെ വെന്തെന്ന് അർത്ഥം. അപ്പോൾ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അറിയാൻ പറ്റും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കാം കേട്ടോ, സ്പഞ്ചാണോ, ഇടയ്ക്ക് ഇങ്ങനെ താന്നു പോകുന്നുണ്ടോ എന്നൊക്കെ. ഇത് നമ്മുടെ കേക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇളക്കി ഇട്ടപ്പോൾ ലവ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടില്ലേ. ഇനി ഞാനൊരു 1/4 ഭാഗത്തോളം നമ്മുടെ ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്ത് അങ്ങ് തേച്ച് കൊടുക്കാം. ഞാൻ പിന്നെ ഒരു കേക്ക് ഡെക്കറേറ്റീവ് എക്സ്പേർട്ട് ഒന്നും അല്ല, എനിക്ക് ഡെക്കറേഷൻ ഭയങ്കര മോശമാണ് അതുകൊണ്ടാണ് ഞാൻ ഐസിംഗ് ഒന്നും ചെയ്ത് കാണിക്കാത്ത കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ബ്രൗണി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ അങ്ങ് തേച്ചിട്ട് കുറച്ച് ഐസിങ് ഷുഗറൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുത്തിട്ടൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് പീസ് ചെയ്തങ്ങ് കഴിക്കാം. കിടിലൻ ടേസ്റ്റാണ്, എനിക്ക് പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ തുറന്നല്ലോ, നിങ്ങൾക്ക് കുഞ്ഞു ബോക്സിലൊക്കെ വെച്ച് കൊടുത്താൽ അവരൊരു നേരം ഒന്ന് കഴിക്കുക. പിള്ളേർ കഴിക്കട്ടെന്നേ, കുറച്ച് മധുരമൊക്കെ പിള്ളേർക്ക് ചെല്ലണ്ടേ. നമുക്കായാലും കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ, അതിനകത്തും കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങ് കഴിക്കുക. മാർബിൾ പോലെ ഇടയ്ക്ക് വന്നില്ലേ, മാർബിൾ കേക്ക് ഈ രീതിയിൽ ഉണ്ടാക്കുക. അതൊക്കെ ഞാൻ പിന്നെ രസം കാണിച്ചു തരാവേ. ഞാൻ വെറുതെ പറയുന്നതല്ല, സൂപ്പറാണ്. സാധാരണ രീതിയിൽ ഞാൻ ചോക്ലേറ്റ് പൗഡർ വെച്ചിട്ടല്ലേ, അത് ചോക്ലേറ്റ് കേക്കാണ്. ഇത് നമ്മുടെ ഈ ചോക്ലേറ്റൊക്കെ ഉരുക്കി ഒഴിച്ചുകൊണ്ട് ബ്രൗണി ടൈപ്പിൽ നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടും. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വെച്ചൊരു സംഭവം ഓൺലൈനിൽ നിന്ന് എത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇതുപോലത്തെ ഇങ്ങനെ അംബ്രല്ല ഹാങ്ങർ ആയത് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ വാർഡ്രോബിനകത്ത് വെക്കാനാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം രാഖിക്ക് കുറേ സോക്സുകളുണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ എടുക്കാൻ എളുപ്പമുണ്ട്. രാവിലെ അല്ല വലിയ ബുദ്ധിമുട്ടല്ല, ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ ബുക്ക് ചെയ്ത് സംഭവം എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും നമുക്ക് പുറത്ത് സോക്സൊക്കെ ഉണക്കാനും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാനിതിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തൂക്കിയിടാനാണ് കേട്ടോ. കുറേ സോക്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ ക്ലിപ്പ് ചെയ്യണം. പിന്നെ നല്ല ചീത്ത എല്ലാം കൂടെ അങ്ങ് ക്ലബ് ചെയ്ത് കിടക്കുമായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് റെഡിയാക്കി വെക്കണം. നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ രാവിലെ ഞാനൊന്ന് ബ്യൂട്ടി പാർലറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ത്രെഡ് ചെയ്യാനായിട്ട്. അതിന് ശേഷമായിരുന്നു ഈ അംഗങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയിൽ കുറച്ച് തൈരിരുന്നത് പുളിശ്ശേരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറിയിരിപ്പുണ്ട്. ഇതിൻ്റെ കൂടി ഇനി ഒരു ഉപ്പേരി, 1-2 ഉപ്പേരി ജസ്റ്റ് വെക്കാമെന്ന് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു. ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ എന്നെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് അവനെ അങ്ങ് തട്ടി ഒരു ക്യാബേജ് തോരനാക്കാമെന്ന്. അങ്ങനെ എണ്ണ ഒഴിച്ചു, കടുകും മുളകും
നമ്മുടെ കരിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ക്യാബേജ് ഇട്ട് തട്ടിത്തൂത്തെടുക്കാം. അതിലേക്ക് ഞാൻ ജസ്റ്റ് അരപ്പും കൂടെ ഇട്ട് മിക്സി ഒന്ന് കഴുകി വെള്ളമൊന്നും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ആവിയേറ്റിയിട്ട് പിന്നെ തുറന്ന് പച്ച കെടുത്തി ആവശ്യത്തിന് ഉപ്പ് ഒന്നുകൂടെ ഒന്ന് നോക്കി. ആദ്യം കുറച്ച് ക്യാബേജിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ വേണമായിരുന്നു. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും കൂടെ പെട്ടെന്ന് ഒന്ന് മെഴുകുവരട്ടി എടുത്ത് കേട്ടോ. പുളിശ്ശേരിയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. വേണമെങ്കിൽ മുട്ടയും കൂടെ പൊരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു കേട്ടോ, ആരും ഇല്ല ഈ പരിസരത്തൊന്നും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊന്നയ്ക്കും ഗുൽമോഹറിനും ഇതാണ്. പക്ഷേ കൊന്നപ്പോൾ പൊഴിഞ്ഞു പോയി, നല്ല ആന്തിയിലും മഴയിലും നോക്കിയേ, നല്ല കാറ്റുണ്ട്, ചൂട് കാറ്റാ, കാരണം അമ്മാതിരി വെയിലും ഉണ്ട്. പക്ഷെ ഒരു സുഖമുണ്ട് കേട്ടോ, എനിക്ക് ചൂട് ഇഷ്ടമാണ്. പിന്നെ ഈ സൂര്യൻ്റെ അടിയിൽ വന്നാൽ നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവുമല്ലോ എന്ന് മേടിച്ചിട്ടാണ് പുറത്ത് അധികം ഇറങ്ങാത്തത്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ഒന്ന് കറങ്ങാം. ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കുറേ നാളായില്ലേ ഇതിലേ കൂടെ ഒക്കെ വന്നിട്ട്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ഗാർഡനേഴ്സിനൊന്നും ഈ സമയത്ത് അവർ വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ 11 മണി മുതൽ 3 മണി വരെ അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം ആ രീതി ചൂടാണ് ഇവിടെ, ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഇടയ്ക്ക് മഴയും ആന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചൂടായിട്ട് നിൽക്കുക. അപ്പം നിറച്ച് കൊന്നപ്പൂക്കളാ. ഞാൻ പറഞ്ഞല്ലോ മഴയും ആന്തിയിലും കുറേയൊക്കെ പൊഴിഞ്ഞു. ആദ്യം വന്ന് എടുക്കണമെന്ന് വെച്ചാൽ നല്ല മഞ്ഞ കളർ കൊലയായിട്ട് നിർത്തണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് ഇങ്ങ് പൊഴിഞ്ഞു പോയി. എന്തായാലും ഇപ്പോഴെങ്കിലും വന്ന് എടുക്കാൻ പറ്റിയല്ലോ. ഇനിയിപ്പോൾ അത് പോയിട്ട് മാത്രമേ ആകത്തുള്ളൂ. അപ്പോൾ അതേ പ്രാവുകൾ വെള്ളം കുടിക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇവർ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്, അപ്പോൾ നിറച്ച് വെള്ളമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ഫൗണ്ടൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ അവിടെയൊക്കെ വെള്ളമാണ്. പിന്നെ വെച്ചാൽ എന്തായാലും ഇറങ്ങിയതല്ലേ, ഇനി വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ ഒന്ന് കുളിച്ചാൽ മതിയല്ലോ വെച്ചിട്ട് ഞാൻ എല്ലാ സ്പ്രിംഗ്ലറിൻ്റെ ഇടയിൽ കൂടെ പോയി. കുടയുള്ളതുകൊണ്ട് തലേ വീണില്ല, പക്ഷെ ദേഹത്തൊക്കെ നനഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, അപ്പം തന്നെ ഉണങ്ങി കിട്ടി. ഞാൻ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് ഇതുപോലത്തെ കുറേ ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി നമ്മുടെ പുൽത്തകടിയിലെ പ്രാവുകളൊക്കെ ഇരിക്കുന്ന എന്നിട്ട് പോയതാണ്. പിന്നെ നമ്മുടെ തിത്തിരി പക്ഷി ഉണ്ടല്ലോ, അതിപ്പം മുട്ടയിടുന്ന സീസണാണ്. താഴെ നിലത്താണത് മുട്ടയിടുന്നത്. ഞാൻ നേരത്തെ വ്ളോഗുകളിലൊക്കെ കാണിച്ചിട്ടില്ല അതിൻ്റെ മുട്ടയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ പുറകിലും കുറേയൊക്കെ ഓടി നടന്നിട്ട് ഇനി നേരെ നമ്മുടെ മധുബാലേനെ ഒന്ന് കണ്ടേച്ച് വരാമെന്ന് വെച്ചു. നമ്മുടെ ബ്യൂട്ടീഷ്യൻ്റെ പേരാട്ടോ മധുബാല. അപ്പോൾ നിറച്ച് പ്രാവുകളാണ്. വൈകുന്നേരം ഇവിടെ നിറച്ച ആളുകളായിരിക്കും, നമുക്ക് അങ്ങനെ അങ്ങോട്ട് വരാൻ ഒരു സുഖം കാണത്തില്ല. തണുപ്പിൻ്റെ സ്മാരകമായി നമ്മുടെ റോസാപ്പൂക്കൾ എല്ലാം കുരുടി ഉണങ്ങി നിപ്പുണ്ട് ചൂടത്ത്. ഇതെല്ലാം ഗുൽമോഹർ മരങ്ങളാണ്. പൂക്കൾ ചിലതിനകത്തൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു, വലുതിനകത്തൊക്കെ നിറച്ചുണ്ടായിരുന്നു. പക്ഷെ അതും എനിക്ക് തോന്നി ഈ മഴയും കാറ്റൊക്കെ ആയിട്ട് കുറച്ച് പൊഴിഞ്ഞു പോയി. ഇപ്പം അങ്ങും ഇങ്ങനെ ചെറിയ രീതിയിലൊരു ചുമ്പക്കേ കാണുന്നുള്ളൂ. ഇത് ഞാവലാട്ടോ, ഞാറയ്ക്ക, നമ്മുടെ ഞാവൽ പഴമില്ലേ അതാ. അപ്പോൾ ഇവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കാണ്. ഇവിടെ സൂര്യകാന്തിയുടെ കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട് കുറേ. ഞാൻ അങ്ങോട്ടൊന്നും പിന്നെ പോകാൻ പോയില്ല കേട്ടോ, എനിക്ക് തിരിച്ചു പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമായിരുന്നു. കൂടുതൽ നിന്നാൽ പിന്നെ ഇവിടെ തന്നെ അങ്ങ് നിന്ന് പോവേ. കുറച്ചൊക്കെ എങ്കിലും നിന്നു. പിന്നെ ഞാനങ്ങ് തിരിഞ്ഞ് നടന്നു. അങ്ങോട്ടൊക്കെ നെല്ലിമരങ്ങൾ ഞാൻ നേരത്തെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്, അപ്പോൾ കുറേ നാളായില്ലേ, അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങ് എടുത്തത്. പിന്നെ നമ്മുടെ അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കൂടാരം എന്താ പറയുക, ഓല പോലത്തെ ഒരു സംഭവം മേഞ്ഞ സ്ഥലം കേട്ടോ, വള്ളിക്കുടിൽ പോലെ. അതും ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ. അരയാലും പേരാലും കൂടെ ഒരുമിച്ച് നീക്കുക. ഇതാണ് പേരാല്. അരയാല് നമ്മുടെ കൃഷ്ണൻ്റെ ഇല പോലെ, എന്താ പറയുക, ആലില. അങ്ങനെ 2 ആലുണ്ട്. ബൊഗെയിൻ വില്ലയും അതിൻ്റെ സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. നേരത്തെ നല്ല ഞാൻ കാണിച്ചിട്ടുണ്ട്, നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ പ്രാവുകൾ വീണ്ടും കൂട്ടായിട്ടുണ്ട്. അവർക്ക് കുടിക്കാൻ ഒത്തിരി വെള്ളം ഇവിടെ കിട്ടുക. അതായത് ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നമ്മുടെ തേപ്പുകാരൻ്റെ കട. പിന്നെ വലിയ നമ്മുടെ ഇത് പേരാല. പേരാല പ്ലാവിൻ്റെ ഇല പോലെ ഇരിക്കും. അരയാല് നമ്മുടെ ആലില കൃഷ്ണൻ്റെ ആലിലത്താലി പോലെ ഇരിക്കുന്ന അരയാലും. ഇനി നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ശർമാജിയുടെ കടയിൽ ജസ്റ്റ് ഒന്ന് എന്തൊക്കെ പച്ചക്കറി ഉണ്ടോയെന്നൊന്ന് നോക്കാമെന്ന് വെച്ചു. വാങ്ങിക്കാനൊന്നും പോകുന്നില്ല ഇപ്പോൾ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വെച്ചിട്ട്. എന്നിട്ട് ഇതേ നമ്മുടെ പാർലർ ഇതാട്ടോ. ആദ്യം ഞാൻ വിചാരിച്ച് നേരെ കുറച്ച് പച്ചക്കറിയെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ പാർലറിൽ വന്ന് ത്രെഡ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ, പുള്ളിക്കാരി നല്ല എൻ്റർടൈനിങ്ങാണ്. അതേ ഉരുളക്കിഴങ്ങ് എന്തൊക്കെയോ ഇരിപ്പുണ്ട്. ചാക്കിട്ട് മൂടി വെച്ചേക്കാം, ചൂടായണ്ടേ. തണുത്ത ചക്ക എനിക്കൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് ചാക്ക്, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ കേടായിപ്പോയി, ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ. നമ്മളിപ്പോൾ പാർലറിൽ പോവുകയാണ്, അകത്തോട്ട് നമുക്ക് വീഡിയോ പ്രവേശനം ഇല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഒപ്പം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.